ഇത് 2009 മോഡൽ ആൾട്ടോ വാഹനമാണ്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. സെക്കൻഡ് ഹാൻഡ് മേടിച്ച് ഒരു 8 മാസത്തിന് ശേഷം വാഹനം റീടെസ്റ്റ് ചെയ്തു. 2029 വരെ പേപ്പറുണ്ട്. ഈ വാഹനം ഞാൻ വാങ്ങിയപ്പം റീടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് മാറിയിരുന്നു, കുറവായിരുന്നു. സോ അത് റീപ്ലേസ് ചെയ്തു. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ വാങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് റീടെസ്റ്റിന് വേണ്ടിയിട്ട് വണ്ടി ബമ്പർ ചെറിയ പെയിൻറ്റിങ് ടച്ചപ്പ് ചെയ്തിരുന്നു. പിന്നീട് ഓയിൽ ചേഞ്ച് ചെയ്തു. ബ്രേക്കൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിലത്തെ 2 ടയർ ഞാൻ റീപ്ലേസ് ചെയ്തു. ബ്രിക്സ്റ്റോണിൻ്റെ 2 ടയർ മാറി ഫ്രണ്ടിലത്തെ. ബാക്കിൽ അത്യാവശ്യം 70% ടയർ തേയാനുണ്ട്. പിന്നീട് ആമറോണിൻ്റെ ബാറ്ററി ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് കിട്ടിയായിരുന്നു. വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടി. വേറെ എൻജിൻ കണ്ടീഷനും എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് നോർമൽ ചേഞ്ച് ചെയ്തിട്ടില്ല, കാരണം ബ്രേക്ക് പാഡ് അത്യാവശ്യമുണ്ട്. വേറെ എല്ലാം പക്ക നീറ്റാണ്. നിങ്ങൾക്ക് വാഹനം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം, നിങ്ങൾ ടയർ നോക്കുക. ഇതാ ബ്രിക്സ്റ്റോണിൻ്റെ ടയറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാനൊരു ഇത് കൊടുത്തിട്ട് വേറൊരു വാഹനം മേടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം വേറൊരു വാഹനം എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ടിയാഗോ വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഈ വാഹനം കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് തേർഡ് ഓണർഷിപ്പാണ് RCയിൽ പുതിയത് എൻ്റെ പേര് വന്നപ്പം. അപ്പോൾ ഞാനിപ്പോൾ ഈ ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പം അതിൽ RC ഓണർഷിപ്പ് എത്ര ദിവസത്തിനുള്ളിൽ ഷോറൂമുകാർ ചേഞ്ച് ചെയ്യും എന്നെനിക്ക് അറിയില്ല. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം. കാരണം ഒരാൾക്ക് വീട്ടിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷോറൂമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ വില വ്യത്യാസം വരുന്നുണ്ട്. അവർ മാക്സിമം ഒരു 1.20 പറയുന്നുണ്ട്. കാരണം 2029 വരെ പേപ്പറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഈ വാഹനം വേണമെങ്കിൽ വന്ന് കാണാം. ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. പിന്നെ ഇതാണ് ഫ്രണ്ട് ബോണറ്റ് പൊക്കി കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് വണ്ടിയുടെ നീറ്റ് ആൻഡ് ക്ലീൻ. പക്ഷേ ഞാൻ ഇൻറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇൻറ്റീരിയൽ. പിന്നെ വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. 79,813 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വിൻഡോ പവർ വിൻഡോ അല്ല, നോർമൽ വിൻഡോ ആണ്. ഓക്കെ, 4 വിൻഡോയും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നീട് സിസ്റ്റം കാർ സ്റ്റീരിയോ, പയനിയറിൻ്റെ കാർ സ്റ്റീരിയോ ആണ് പഴയത്. പിന്നെ ഹീറ്റർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. AC ചിൽഡ് AC ആണ്, നല്ല കൂളിംഗ് ഉണ്ട്. (2009) മോഡലിൻ്റെ നീറ്റ്നെസ് നിങ്ങൾക്ക് ഇത് വാഹനത്തിൽ കാണാൻ സാധിക്കും. കാരണം ഞാനൊരു സെക്കൻഡ് മേടിച്ച വാഹനമാണ്. ഓക്കെ, അപ്പം ഈ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടുമോ, അതായത് ഞാൻ പ്രതീക്ഷിക്കുന്ന തുക കിട്ടുമോ എന്ന് എനിക്കറിയണം. കാരണം ഇത് എൻ്റെ കൈ കിട്ടിയതിന് ശേഷമാണ് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുത്തത്. കാരണം ഫ്രണ്ടും റീടെസ്റ്റ് ആയിരുന്നു, അറിയാലോ. റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു, നീറ്റാക്കി എടുത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അടിഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മണ്ണ് കയറിയിരിക്കുകയാണ് മഴയായതുകൊണ്ട്. സോ എല്ലാം പക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഇതാണ് ബാക്കിലത്തെ ടയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുതിയ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് സൈഡ് വ്യൂ. സിൽക്കി സിൽവറാണ്. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മതി. ഓക്കെ, RC ഓണർഷിപ്പ് മാറാതെ ഷോറൂമിൽ വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒരു ഉപകാരമാവും. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.